ഇല്ല എന്നെ കൊറേ വട്ടം വിളിച്ചു നീ കേട്ടില്ല. ഋഷിയാണ് കാശ്. ഹായ്, ഇന്ന് 3 സന്തോഷങ്ങളുള്ള ദിവസമാണ്. അതിലൊന്ന് കീർത്തിയുടെ ബർത്ത്ഡേ ആണ് ഇന്ന്. രണ്ടാമത്തത് ഒരു സസ്പെൻസ് ആണ്, അതിപ്പോൾ പറയാൻ പറ്റില്ല. അത് നമ്മുടെ ഒരു ഫ്രണ്ടിന്റെ ഒരു കാര്യമാണ്, അതൊന്നും പറയാൻ പറ്റില്ല. പിന്നെ മൂന്നാമത്തത് നമ്മുടെ ഒരു ഫ്രണ്ട് കാർ എടുത്തിട്ട് അതിന്റെ ട്രീറ്റ് ആണ് ഇന്ന് പുള്ളിയുടെ വീട്ടിൽ വെച്ചിട്ട്. അപ്പൊ ഇനി അങ്ങോട്ട് പോകണം. അപ്പൊ ഇന്ന് 3 ഫംഗ്ഷൻ നമ്മുടെ സന്തോഷം നിറങ്ങിയ ദിവസമാണ് ഇന്ന്. ബർത്ത്ഡേയുടെ അന്ന് തന്നെ ഒരുപാട് സന്തോഷങ്ങൾ നിറങ്ങിയ ദിവസം അല്ലേ? അപ്പൊ എങ്ങനെയുണ്ട് ബർത്ത്ഡേ സ്റ്റാർട്ടിംഗ് ആണ്? ഫസ്റ്റ് നമ്മുടെ കുറച്ചു ദൂരം രാവിലെ മഴയാണ്, കുറച്ചു ദൂരം യാത്രയാണ്. യാത്ര ചെയ്താല് 2 സ്പോട്ടിലും പോകാൻ പറ്റുള്ളൂ. നമ്മുടെ ഫ്രണ്ട്സ് എല്ലാം ഒരുമിച്ച് കൂടുന്ന ദിവസമാണ് ഇന്നല്ലേ? യെസ്. അപ്പൊ നമുക്ക് നേരെ പോയാലോ അങ്ങോട്ട്? പോവാം. ആരി ഹാപ്പി അല്ലേ? ഓക്കെ, അപ്പൊ നമുക്ക് നേരെ അങ്ങോട്ട് പോവാം, അവരുടെ വീട്ടിലേക്ക്. ഓക്കെ, അങ്ങനെ നമ്മള് കിഷോറിന്റെ അവിടെ എത്തി അല്ലേ? യെസ്. ഇനി അവരെ കൂട്ടി പോവാം. ഓക്കെ അല്ലേ ജാനി? യെസ്. എഴുതാൻ പോകണം. രാവിലെ ഫുഡ് കഴിക്കാനുള്ള സ്പോട്ടെത്തി. ഇവിടെ നിന്ന് ഫുഡ് കഴിച്ചിട്ടാണ് നമ്മൾ ഫസ്റ്റ് ഫംഗ്ഷനിലേക്ക് പോകുന്നത്. ഫസ്റ്റ് ഫംഗ്ഷൻ എന്താണെന്നല്ലേ പറയാം. ജാനി പറഞ്ഞില്ലേ എഴുതാൻ പോകുന്നെന്ന്, അത് നമ്മുടെ രണ്ടാമത്തെ സന്തോഷമാണ് അല്ലേ ജാനി? അതായത് കിഷോർ സ്ഥലം വാങ്ങി, അതിൻ്റെ രജിസ്ട്രേഷനാണ് ഇന്ന് നടക്കുന്നത്. അവിടെയാണ് നമ്മൾ എത്തിയിരിക്കുന്നത് അല്ലേ? അല്ലേ? ഇവിടെയാണ് ആധാരം എഴുതുന്നത്. അങ്ങനെ ഒരു സ്വപ്നം പൂവണിയുന്നല്ലേ? യെസ്, അത് ആയിക്കോട്ടിരിക്കുന്നു. ഇനി അതാണ് സബ് രജിസ്റ്റർ ഓഫീസിൽ പോയി അതുകൂടെ ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ അല്ലേ? അപ്പൊ എത്ര ദിവസത്തെ ഡ്രീമാണിത്? യെസ്, ഒന്നാണ്. അത് അങ്ങ് സഫലമാകാൻ പോവാണല്ലേ? അതിന്റെ സന്തോഷത്തിലാണ്. യെസ്, അതാണ്. എവിടെ നിന്റെ കൈയുടെ? യെസ്, അടിപൊളി. 2 ഒരുമിച്ച് കാണിച്ചോ? യെസ്, അടിപൊളി. ഓക്കെ, നമുക്ക് അടുത്തതിന്റെ അവിടെ പോവാം. നമ്മളിപ്പോ വന്നിരിക്കുന്നത് ഋഷിയുടെ ഓഫീസിലാണ്. ഋഷി എവിടെ? ഓക്കെ, അപ്പൊ എല്ലാവരും ഉണ്ട്. ഒരു അരമണിക്കൂർ റെസ്റ്റ് ആണ് നമുക്ക് അല്ലേ? അരമണിക്കൂർ റെസ്റ്റ്. നമ്മള് കുറച്ച് ദൂരെ യാത്ര ചെയ്ത് ഞങ്ങളെത്തി ഷാനുവിന്റെ വീട്ടില്. അടുത്ത ഫംഗ്ഷൻ ഷാനുവിന്റെ എവിടെയാണ്? കാർ എടുത്തതിന്റെ ചെലവാണ്. ഷാനു കാർ എടുത്തതിന്റെ ചെലവ്. യെസ്. ഇതാണ് കാറ് കാണാത്തത്. ഓക്കെ, ഷാനുവിന്റെ കാറ്. അല്ല, സൈഡിലായിട്ട് കേട്ടാന്നത്. അപ്പൊ ഷാനുവിന്റെ വീട് കാണിച്ചു തരാം. ഇതാണ് ഷാനുവിന്റെ വീട്. ഹായ്. വരൂ വരൂ വരൂ, കയറിക്കോ. അത് കയറാം. ഹോം ടൂർ ആണല്ലേ? ഹോം ടൂറും കൂടെ ചേർത്തല്ലേ? ഹായ്. യെസ്, ഓടി കയറിക്കോ. അപ്പൊ നമുക്ക് അകത്ത് കയറാം. ഷാനുവിന്റെ വീട്. ഹായ്. ഞാൻ ഇന്നാണ് ആദ്യം കയറുന്നത്. ഇത് കട്ടിലൊക്കെ സെറ്റ് ചെയ്യാണ്ട്. ഇതാണ് ആ റൂമല്ലേ? ഏത് റൂം? ഷാനുവിന്റെ റൂം. ഓക്കെ, എല്ലാം സെറ്റ് ചെയ്യാണ്ട്. ഇപ്പൊ പുതിയ വീടാണ്. അത് അച്ചാറായിരിക്കും. നിങ്ങൾ അച്ചാറായിരിക്കും. സ്റ്റെപ്പ് മേളിൽ കയറാം നമുക്ക്. അതിന് മുമ്പ് ഇത് കാണാം. അടിപൊളിയായിട്ടാ എന്തായാലും ചെയ്തിരിക്കുന്ന എല്ലാം സെറ്റാണ്. യാ, അടിപൊളി. കിച്ചൺ, ഓപ്പൺ കിച്ചൺ അല്ലേ? അടിപൊളി. സ്നേഹം. ഇതൊരു റൂമാണ് കേട്ടോ. പക്ഷെ പകുതിയായി, എന്നാലും എടുക്കണമല്ലോ അല്ലേ? ഷാപ്പിലെ ഫുഡ്. ആര് എപ്പോ? ഇത് കപ്പ എനിക്കറിയാമെങ്കിൽ പറഞ്ഞാൽ പറ്റും. അതിനപ്പുറത്ത് അത് ചോറ്. ഉറപ്പല്ലേ?
അതിനപ്പുറത്ത് അത് പറ, തുറക്കുന്നതിന് പറ. കറി ഫ്രൈ ഫ്രൈ. ഓ എല്ലാം പഠിച്ചു വെച്ച കള്ളം രാവിലെ ഒന്നൊന്നുമില്ല ചുമ്മാ തള്ളു. ലൈറ്റ് സെൻസർ. അപ്പൊ നമുക്ക് അത് ഒന്നേ നിർത്താലോ. അല്ലോ നീ വന്ന് പറയുന്ന ഇതില്ല കിച്ചൺ ലൈറ്റ് ഇതിന് വേണ്ടി വെച്ചില്ലേ? അങ്ങനെ അത് കൊള്ളാം കേട്ടാ. ഇപ്പൊ എന്നെ കൊറേ വട്ടം വിളിച്ചു, നീ കേട്ടില്ല. സന്തോഷം ലൊക്കേഷൻ അയച്ചു കൊടുത്തു. അങ്ങനെ 2 കൂട്ടുകാർ കൂടെ എത്തിയിട്ടുണ്ട്. സന്തോഷം. അപ്പൂസ് യെസ് ഓക്കെ. അപ്പൊ നമുക്കിനി കഴിക്കാൻ പോകാം. നിങ്ങൾക്ക് വേണ്ടി വെയിറ്റിംഗ് ആയിരുന്നു. അപ്പൊ കഴിക്കാം. യാ അപ്പൊ അവരിവിടെ ഇരിക്കും, നമുക്ക് കഴിച്ചാലാ? ഓക്കെ, അപ്പൊ നമുക്കിനി കഴിക്കാൻ പോവാം. അങ്ങനെ ഫുഡ് എല്ലാം സെറ്റ് ആയിട്ടുണ്ട്. എവിടെ ഫുഡ്? ആ വാവ് സൂപ്പർ. അത് വേണ്ട. വാവ് കപ്പ ചിക്കൻ ഫ്രൈ. ഇനി ബീഫ് കൂടെ വരാനുണ്ട്. അവസാനം നമുക്ക് ആദ്യം മല്ലി ഇല ഇടുന്നു. ഇരിക്കൂ, കഴിക്കാം. തരും. വേണ്ട, ഒരു കോഴിക്ക് 2 ലെഗ് പീസുകൾ. ഫുഡ് അടിപൊളിയല്ലേ? വീണ്ടും ആരംഭിക്കുകയാണ് നമ്മുടെ ഹാപ്പി ബർത്ത്ഡേ ടു യു. തുണി അവിടെ കിടന്ന് വാരിക്കൊണ്ട് അവിടെ കിടന്ന് കിളിയായി ചോദിച്ചു എന്തൊന്ന് വേണം. ഞാൻ പറഞ്ഞു അവര് തുണി തന്നാ. ഹാപ്പി തോക്ക് അതെന്റെ ഉണ്ട്. പോവാം. ഇപ്പൊ നമ്മളുള്ളത് ലുലു മാളിലാണ്. ലുലു മാളിലെ ചെറിയ പർച്ചേസ്. കീർത്തിക്ക് ഒരു ഗിഫ്റ്റ് കൊടുക്കണം. അപ്പൊ എന്തായാലും ഗിഫ്റ്റ് വാങ്ങി അവർക്ക് കൊടുക്കാം. എന്താണ് ആയാ പറ്റിച്ചേ? എന്ത് ഷോപ്പിംഗ് ഗിഫ്റ്റ്? എന്തോന്നത് എല്ലാം താഴെ ഇടണം. ആരും എടുത്തോണ്ട് വെച്ച സാധനം അതില്. അത് എന്താണിത് കറക്റ്റ്? ഹാപ്പി ബർത്ത്ഡേ.
നമുക്ക് ഹൈപ്പർ മാർക്കറ്റിൽ നിന്നോ ഫാഷൻ സ്റ്റോറിൽ നിന്നോ കണക്ട് ചെയ്യുന്നോ രണ്ടായിരം പർച്ചേസ് ചെയ്യാം. ഇഷ്ടമുള്ള പർച്ചേസ് ചെയ്തോളൂ. അതിന് പോകുന്നത് കാർഡ് തന്നെ നമുക്ക് സാധനം കൊടുക്കാം. തിരിച്ചിറങ്ങുമ്പം അയ്യോ എന്റെ പെണ്ണിനെ ഇടിച്ചേ ഓക്കെ ഇപ്പൊ പോവാം പർച്ചേസ്. ഹായ് ചോക്ലേറ്റ്സ് പോവാം. ഗിഫ്റ്റ് ചോക്ലേറ്റ് അല്ലേ? കീർത്തിക്ക് ഗിഫ്റ്റ് വാങ്ങിക്കാണ്. ഗിഫ്റ്റ് എന്താണ്? ഡയറി മിൽക്ക്. ആദ്യം ഗിഫ്റ്റ് കൊടുക്കാൻ പോകണം അല്ലേ? യെസ്. ഹാപ്പി ബർത്ത്ഡേ ടു യു. താങ്ക് യു. എല്ലാരും ചോക്ലേറ്റ് തന്നതിന് മയക്കെയാണ്. നമ്മളിപ്പോ നിൽക്കുന്നത് 2 ദിവസത്തിന് ശേഷമാണ്. അത് എന്തുകൊണ്ടാന്ന് പറഞ്ഞു തരാം. രണ്ടാമത്തെ ദിവസം. അങ്ങനെ 2 ദിവസത്തിന് ശേഷം നമ്മൾ വീണ്ടും വന്നു. 2 സന്തോഷങ്ങൾ ഒരുമിച്ച്. ഹാപ്പി വെഡിങ് ആനിവേഴ്സറി. ഇന്ന് ഇവരുടെ വെഡിങ് ആനിവേഴ്സറി ആണ്. അതിനോടനുബന്ധിച്ച് രണ്ടാമത്തെ സന്തോഷം നമ്മൾ ഒരു വീട് വെക്കാൻ ഒരു സ്ഥലം വാങ്ങി എഗ്രിമെന്റ് എല്ലാം കഴിഞ്ഞ് ഫുള്ള് സ്വന്തമായി. അപ്പൊ നമ്മളിനി ഒരു വർഷത്തെ അധ്വാനത്തിന് ശേഷം നമ്മൾ ഫ്ലോട്ട് സ്വന്തമാക്കിയിരിക്കുന്നു. യെസ്. അപ്പൊ നമുക്കിനി ഫ്ലോട്ട് കാണാം. അപ്പൊ വെഡിങ് ആനിവേഴ്സറി ആയിട്ട് ചെറിയൊരു ഫംഗ്ഷൻ അതിലേക്ക് പോവാണ്. അതിനു മുമ്പ് നമുക്ക് ഫ്ലോട്ട് കാണണം. ചായ വട അത് മതി. ഓക്കെ. അപ്പൊ നമുക്ക് അടുത്ത കഴിച്ചിട്ട് ഇതാ വൈകുന്നേരത്തേക്ക് സെറ്റ് ചെയ്യാം. ഓക്കെ. മന്തിയെങ്കിൽ മന്തി. ഓക്കെ. ഇത് നമ്മളിപ്പോ നിൽക്കുന്ന ഋഷിയുടെ ഓഫീസാണ്. ഋഷി അറിയാലോ എല്ലാവർക്കും. ഋഷിയുടെ ഓഫീസാണിത്. ഓക്കെ. അപ്പൊ നമുക്ക് നേരെ നമുക്ക് എന്തായാലും അങ്ങോട്ട് പോവാം. ഓക്കെ. കിഷോറിന്റെയും ഗോപികയുടെയും സ്വപ്ന ഭവനത്തിലേക്ക് നമ്മൾ പോവുകയാണ് അല്ലേ? ഭവനം വെക്കുകയാണ്. ആ സ്പോട്ടിലേക്ക് നമ്മൾ എത്തി. അപ്പൊ നമുക്ക് ഇനി സ്പോട്ട് കാണാം. അപ്പൊ ആംബിയൻസ് ഒക്കെ കണ്ട അടിപൊളി. ഇവിടെ കുളമുണ്ട്. ഫുൾ സെറ്റ് ആണ് സ്പോട്ട്. അപ്പൊ നമുക്കിനി ആ ഒരു സ്പോട്ട് ഇവിടെ കാണാം. ഇതാണ് കിഷോറിന്റെ സ്വപ്ന ഭവനം വരാൻ പോകുന്ന സ്ഥലം. ഇല്ല ബായ്. അങ്ങനെ എല്ലാരും വന്ന് ഇനി നമുക്ക് ആദ്യം കേക്ക് കിട്ടിയാ. ഇതെന്താണ്? ജാനിക്ക് മാത്രമേ ഉള്ളൂ. നമുക്ക് ലഡു തരൂല? ലഡു മതി. പണികൾ നടക്കുന്നേ ഉള്ളൂ. ഇനി കുറച്ചുകൂടെ പണി ലെവലിയാണ്ട്. ഇതേ വേറൊരു കോമഡി എന്താ പറയാമോ? ഈ വ്ളോഗ് ചെയ്യാനുള്ളത് കിഷോറാണ്. നിങ്ങളാണ് ചെയ്യാളെ, ഞാനാണ് ചെയ്യണത്. ഓ കല്ല് കിടക്കുന്നുണ്ട് അതുവരെ. അത് കൊടുക്കാം. അതിന് കപ്പിൾസ് ഒന്ന് മാരീഡ് ലൈഫ് അല്ലേ? അന്ന് അടുത്തോട്ട് നിൽക്കും. അല്ല അതിപ്പോഴല്ല, അതൊക്കെ നിങ്ങൾ വീട്ടിൽ പോയിട്ട്. ഞാനീ കൂടെ എടുത്തോടുത്തു. ആദ്യം ഇങ്ങോട്ട് മാറ്, ഒരു ഫോട്ടോ എടുക്കട്ടെ. അപ്പൊ എന്റെ സാറേ കുറച്ച് വെള്ളം തരുമെന്ന് പറയാൻ അടുത്തൊന്നും ചോദിക്കുന്നത്. ഓക്കെ. അപ്പൊ നമുക്ക് കേക്ക് എടുത്തില്ലേ? കേക്ക് കിട്ടി. ഓക്കെ. കേക്ക് കൊടുത്തോ? ആദ്യം കേക്ക് കൊടുത്തോ? താങ്ക് യു. അപ്പൊ ഷാനി ആര് വാങ്ങ്. അത് മറ്റേ സ്റ്റെപ്പ് വെച്ചുവാ. ഇങ്ങനെ വാ, പതുക്കെ വാ. ചെറിയ സൈസ് അല്ല, അതുകൊണ്ട് കണ്ടില്ല. ഓ തുറന്നോ? അങ്ങനെ ഞാൻ അതല്ല നീ എടുക്കാതെ ഞാൻ എടുക്കുന്നത്. നീയാണ് ഈ വ്ളോഗ് ചെയ്യാനുള്ളത്. ഓപ്പൺ ചെയ്തോ. ഹാപ്പി വെഡിങ് ആനിവേഴ്സറി. അല്ല അത് കേക്ക് കിട്ടിയപ്പോഴല്ലേ പാടുള്ളൂ മനുഷ്യ. അല്ല അത് പാടും. ആ പിന്നെ പാടിക്കോ.
മനുഷ്യ അവര് കപ്പിൾസ് അല്ല ലെസ്ബിയൻ അല്ലേ? ഓ അങ്ങനെ. അതുകൊണ്ടാണ് പിന്നെ അതിലേക്കത്. അയ്യോ, ഈ ഫോട്ടോ എടുത്ത സമയത്ത് ജനിച്ച അവള് ശരി തന്നെയല്ലേ? അത് ശരിയാണ്. അവളില്ലാത്ത ഫോട്ടോയിൽ ഇത്രയും ചിരിയില്ലല്ലോ മുഖത്ത്. ശരിയാണ്. ആ തിരിങ്ങുന്നോ. ഓക്കെ, അതില് ഫോട്ടോ ഇല്ലാത്തോണ്ട് ഇതിലെടുക്കാം. താങ്ക് യു. ഈ 2 വള്ളികളും മാറ്റി കളയരുത്. ഓക്കെ, നമുക്കിനി കേക്ക് കട്ട് ചെയ്യാം. കേക്ക് എവിടെ വെച്ച് കട്ട് ചെയ്യാം? പിന്നെ സ്ക്രീൻഷോട്ട് എടുത്തോ? എന്നിട്ട് എനിക്ക് വെള്ളി കണക്ക് വെച്ചല്ലേ. ഒന്നും മാറിയില്ലല്ലേ. ഒരാൾ നമുക്കിനി കേക്ക് എവിടെ വെക്കാം? നീ അപ്പുറ സൈഡ് പോ, രണ്ടുപേരും വിളിച്ചു അവരെ ഫ്രീ ആയിട്ട് നടത്തും. തിരിഞ്ഞ് കീർത്തി ഇങ്ങോട്ട് തിരി, അങ്ങോട്ട് ഫുള്ള് തിരി. അപ്പോ ഗോപി പോ. ഏതാണ് എളുപ്പം? കണക്കാക്കുന്നു. ജാനി കൂടെ അങ്ങ് എടുത്തോ. ജാനി എടുത്തോ. കേക്കിൽ നമ്മൾ എഴുതിയത് വാങ്ങിച്ചില്ലല്ലേ? ഹാപ്പി ബർത്ത്ഡേ. ഹാപ്പി അതിലെടുത്തോ. ഗോപിക. ഓക്കെ, അപ്പൊ കേക്ക് കിട്ടിയാണ്. പാട്ട് പാടണ്ടേ? അതിന് അറ്റത്തോട്ട് പിടി. അതിനല്ലേ നിങ്ങൾ ഫ്രീ ആയിട്ട് അങ്ങനെ പഠിച്ച. എടി മിലാബായി കുറച്ച് അങ്ങോട്ട് നീങ്ങ്. ആ അങ്ങനെ തന്നോ. അവന്റെ അടുത്തോട്ട് നല്ല കീർത്തി നിൽക്കുമ്പോൾ. ഓക്കെ, നിങ്ങൾ സൈഡിൽ നിന്നോ. പാട്ട് പാടിയാ മതി. അമ്മയ്ക്കും കൂടെ കൂടെ ചെറുതായിട്ട്. ആ ഇനി കട്ട് ചെയ്തോ പീസായി. എന്നെ അടുത്ത് നിൽക്കുന്ന പാവങ്ങൾക്ക് 2 പേർക്ക് കൂടെ ആദ്യം. അത് നീയും കൂടെ ഒരു പീസ് കട്ട് ചെയ്തോട്. ചെറിയ പീസ് കട്ട് ചെയ്ത് വെച്ചോ ആദ്യം. നീല കഴിക്കണ്ടേ മാക്സിമം? അത് നല്ല കളർ കയ്യിൽ നിന്ന് പോകും. കൊടു ഗോപി, അവർക്കെടുത്ത് കൊടു. ഒരു പീസ് എടുത്തോ. നിന്റെ അടുത്ത് കഴിക്കാല്ല പെണ്ണ പറഞ്ഞേ. കഴിച്ചോ. എനിക്ക് നീല കളർ ഇല്ലാതെ ഇവിടെ എടുത്തുകൊടു. നീ ഒരു സൈഡിൽ നിന്ന് പോട്ടെന്ന് പറഞ്ഞാണ് നിന്നെ. നീ ഞാൻ കഴിക്കാം. സന്തോഷ ജന്മദിനം കിഷോർ. ഗോപിക ഇതപ്പോഴേ ഈ ചിയർ ഗേൾസ് മാറിയിരുന്നെങ്കിൽ. ഓക്കെ, അപ്പൊ നമുക്കിനി ലഡു ഉണ്ട്. അപ്പൊ കേക്ക് കഴിച്ചിട്ട് കാണാം. നമ്മൾ ഫംഗ്ഷന്റെ ചെലവായിട്ട് നേരെ വന്നത് കട്ടച്ചൽ കുഴിയിലാണ്. അത് ചിക്കൻ, പൊറോട്ട. നമ്മൾ മാത്രമല്ല ഋഷി വന്നിട്ടുണ്ട്, ഷാനു, അമ്മയുണ്ട്. ജി ഷോക്ക് അല്ലേ നീ കിട്ടുന്നത്? മലയാളി. ഓക്കെ, ഹായ്. കഴിച്ചോ പിന്നെ ഇല്ല. ഹായ്.
ഓക്കെ യാ അപ്പൊ കഴിച്ചിട്ട് കാണാം. ഓ മനുഷ്യപ്പേന്ന് കാണും. ഓക്കെ ഓക്കെ. ആദ്യം നമുക്ക് ഇവിടുത്തെ റിവ്യൂ എടുക്കാം. എങ്ങനെയുണ്ട്? ഫുഡ് കഴിച്ചില്ല എല്ലാവരും? കട്ടച്ചൽക്കുഴിയിലെ ഫുഡ് എങ്ങനെയുണ്ട്? അടിപൊളി സെറ്റല്ലേ? അല്ലേ നാടൻ കോഴിപ്പറട്ട്. ആ ഓക്കെ സൂപ്പറാണ്. എല്ലാം സെറ്റല്ലേ? ഓക്കെ അനൂപ്. അപ്പൊ അനൂപ് ഇവിടെ നിന്ന് വീട്ടിലോട്ട് നമ്മൾ വീണ്ടും ട്രിവാൻഡ്രത്തേക്കാണ് പോകുന്നത്. ഓക്കെ അപ്പൊ നമുക്ക് എന്തായാലും പോവാം. ഓക്കെ യാ അങ്ങനെ നമ്മളെ 2-3 ദിവസത്തെ സ്വപ്നങ്ങളെല്ലാം ഇന്ന് കംപ്ലീറ്റ് ആയി. ട്രീറ്റുകളെല്ലാം കഴിഞ്ഞ് എന്ത് പറ്റി? ഓക്കെ അങ്ങനെ എങ്ങനെയുണ്ട് ഗോപിക? നിങ്ങളുടെ വെഡിങ് ആനിവേഴ്സറി എങ്ങനെയുണ്ട്? എല്ലാം കൊണ്ടും അടിപൊളിയായിരുന്നില്ലേ? ഓ പാർട്ട് ഒരു പാർട്ട് പോണ പോക്കാണ് 3 ദിവസം കഴിഞ്ഞിട്ട്. നമ്മൾ പിന്നെ നിങ്ങളുടെ ഫ്ലോട്ടിന്റെ ഇതെല്ലാം കഴിഞ്ഞ് ഒരുമിച്ച് ചെയ്യാൻ തുടങ്ങി ചെയ്തത്. ഓക്കെ പാർട്ട് അടുത്തിറക്കാം. അതാണ് അടുത്ത ആരെങ്കിലും വസ്തു വാങ്ങിക്കണമെങ്കിൽ പറയുക, നമുക്ക് അവിടെ സെറ്റാക്കാം. ഋഷി ഋഷിയാണ് എടുത്തത്. അപ്പൊ ഷോക്ക് ഫാമിലിയുടെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഷോക്ക് ഫാമിലി ഇനിയൊരു പുതിയൊരു വീഡിയോ വരുന്നത് വരെ ബൈ ബൈ.